ഹലോ ഗായ്സ് അപ്പം ഞാനിപ്പോൾ നമ്മുടെ ചുണ്ടേൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ചുണ്ട എന്ന് ചോദിക്കുന്നത് സ്ഥലമാണ് ആവശ്യമല്ല. ചുണ്ട എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ചുണ്ട എന്ന് പറഞ്ഞ ചെടി. അപ്പോൾ ഇത് അടിമുടി മുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ ലീവ്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ നിറച്ച് കണ്ടോ, നിറച്ച് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. അപ്പോൾ ഇത് വൈറ്റ് കളറുള്ള മുള്ളായതുകൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണില്ല. പഴുത്ത് കഴിഞ്ഞാൽ അവിടെ അരിമ്പാറയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിൽ നല്ല കായ്കളുണ്ടാവും. അപ്പോൾ ചുണ്ടപ്പഴം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതിൻ്റെ പച്ച കായാണ്. അപ്പോൾ മൂക്കാത്ത കാ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മൂത്ത കാ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത കാ പഴുത്ത കാ അവിടെയാണ് നിൽക്കുന്നത്. എവിടെ പോയി കാണുന്നുണ്ട്? അവിടെ 2 പഴുത്ത കായ്കൾ നിൽക്കുന്നുണ്ട്. നല്ല റെഡ് കളറിലാണ് കേട്ടോ. നമുക്കിത് 3 പറിച്ചെടുക്കാം. അപ്പോൾ ഇതേ മൂക്കാത്ത കായാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ ഈ പച്ച. അപ്പോൾ ഇനി മൂത്ത കായുണ്ട് ഇവിടെ. അത് പറിക്കണോ? പറിക്കണ്ടായിരുന്നത്. അപ്പോൾ ലൈറ്റ് ഓറഞ്ചാണ്, കണ്ടില്ലേ? ലൈറ്റ് ഓറഞ്ചാണ്. നമുക്ക് നല്ല പഴുത്ത കായുണ്ട്. അപ്പോൾ അതും കൂടി പറിക്കാതെ. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഓ ഭാഗ്യം, മുള്ളൊന്നും കൊണ്ടില്ല. അപ്പോൾ ഇതാ ഇത് 3 നമ്മുടെ ചുണ്ടപ്പഴം എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയാണ്, മനസ്സിലായല്ലോ. അപ്പം ഇതിൻ്റെ ലീവ്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ കായ്ക്കൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പം നമുക്കിത് ഓരോന്നായിട്ടൊന്ന് കഴിച്ച് നോക്കാവേ. അപ്പോൾ എൻ്റെ പിഞ്ചാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി മൂത്താണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടിലടക്കം കണ്ടോ, അതിനകത്തടക്കം ശരിക്കും ഫുള്ള് മുള്ളുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ തരിതരി പോലത്തെ അരിമണികളുണ്ട്, ഉണ്ടോ? അപ്പോൾ ഈ അരിമണിക്ക് ബ്രൗൺ കളർ വന്നാൽ അത് മൂത്തു എന്നാണ് അർത്ഥം. പിഞ്ചിൽ നല്ല വൈറ്റ് കളറായിരിക്കും, ഉണ്ടോ? അതും കഴിക്കണേ ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ കവറിങ്ങിനും നല്ല മധുരമാണ്. അപ്പം കവറിങ്ങിന് ഈ പഴുത്തതിനാണ് നല്ല സ്പോഞ്ച് പോലെയാണ്. അപ്പം ഈ മൂത്തത് കഴിക്കാം. അപ്പോൾ കണ്ടോ നക്ഷത്രം പോലെ ഉണ്ടല്ലേ, നോക്ക്. ശരിക്കും സ്റ്റാറിൻ്റെ ഷേപ്പാണ്. നല്ല മധുരമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതിൻ്റെ പുറം കഴിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ നമ്മുടെ പഴുത്താണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയും ഇത് വിഷമെന്നൊക്കെ പറയും. അവർ പറയുന്നത് പൊട്ടന്മാരാണ്. ഇതിൻ്റെ ഒരു യെല്ലോ ഉണ്ട്, അത് കഴിക്കരുത്, അതാണ് വിഷം. ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഉണ്ട്. ഈ ആയുർവേദ ചെടികാരിയും കണ്ട ചുണ്ടയോ അങ്ങനെ എന്തുവാണ് കണ്ടകാരിയും കണ്ട ചുണ്ടയും. അപ്പം ഈ ഇതിൻ്റെ അല്ലല്ല, അപ്പോൾ ഇതിൻ്റെ കണ്ടകാരി കണ്ടില്ലേ, കണ്ട ചുണ്ട കൂട്ടാനാ പറയുന്നത്. അപ്പോൾ ഇത് പഴുത്തത് വേണം അവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ തിന്നാൻ പറ്റും, നല്ല രസമാണ്. ഇത് തിന്ന് നോക്കാം. അതത് പോകുന്നു. നല്ല മധുരമുണ്ട്. ഇതിൻ്റെ ഉള്ളുണ്ടോ വേറൊരു ടൈപ്പ് സാധനം ഉണ്ട്, കണ്ടോ നമുക്കത്. നല്ല രസമാണ്. അപ്പം അവർ താഴെ കടന്ന് വിളിക്കുന്നുണ്ട്, താഴേക്ക് പോട്ടെ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിന്നാൻ മറക്കരുത് കേട്ടോ. ബൈ.